ദാ ഇതുപോലൊരു വാൾ ഡെക്കോർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് വേറെ ഒന്നും വേണ്ട. ആകെ വേണ്ടത് കാർഡ്ബോർഡ്, അതുപോലെ തന്നെ കളർ പേപ്പർ, അതുപോലെ തന്നെ ഒരു A4 പേപ്പർ. ഇതൊക്കെ മാത്രം മതി നമുക്ക് ഈ ഒരു വാൾ ഡെക്കോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിനെ ജസ്റ്റ് ഇതുപോലെ കോമ്പസ് ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പ് വരച്ച് അതൊന്ന് കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ പെയിൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൾ ഡെക്കോറിന് നമ്മൾ ആദ്യം ഒരു നീല കളറ് പേപ്പർ ഇതുപോലെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള രീതിയാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഫെവിക്കോളൊക്കെ തേച്ച് അത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ തേച്ച് അതൊന്ന് ആ ഒരു ഷേപ്പിൽ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കാർഡ്ബോർഡിൻ്റെ മേലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതുപോലെ കുറേ ഈ ഒരു സ്ട്രിപ്പ് പേപ്പർ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിനി ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസ് പോയിൻറ്റിൽ നമ്മൾ ഈ പ്ലസ് ചിഹ്നമില്ലേ ആ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇതുപോലത്തെ ഒന്നെടുത്ത് ഈ താഴെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വേറൊന്നെടുത്ത് ഞാൻ ഇതിന് നേരെ മേലെയായിട്ട് ഭാഗത്താണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്നെടുത്ത് വീണ്ടും ഞാൻ കുറച്ച് ഗ്ലൂ തേച്ച് മേലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മളിതാ ഈ ഒരു രണ്ട് സൈഡിലാണ് നമുക്ക് ഇനി അടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. നേരെ ഒരു പ്ലസ് ചിഹ്നത്തിൻ്റെ ആ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു അളവിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനെ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പീസ് ഓഫ് A4 പേപ്പറാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊരു സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാനിതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിനെ വീണ്ടും ഒന്ന് പകുതിയായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയും കൂടി ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതിനെ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കാണിക്കുന്ന ആ ഒരു പോർഷനിൽ പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഏത് പെറ്റലിൻ്റെ ഷേപ്പാണ് വേണ്ടത് ആ ഒരു രീതിയിൽ ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഏത് രീതിയിലാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലുള്ള പെറ്റലിൻ്റെ ഷേപ്പ് നമ്മളൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ആ ഒരു വരച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇതെല്ലാം കൂടി വൈറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിലൊന്നും തിരിയുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി അതിൻ്റെ ലൈറ്റിങ് ഒന്ന് കുറച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു മാതിരിയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുള്ള ഫ്ലവറിനെ നമുക്കിനി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സൈഡ് കണ്ടോ, ഇതിൽ നമ്മളൊരു പെറ്റലിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പെറ്റൽ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള പെറ്റലിൻ്റെ കുറച്ച് ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പെറ്റലിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പെറ്റലിൻ്റെ ഒരു കുഞ്ഞ് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് ഒട്ടിക്കാൻ ഉള്ള രീതിയിലാട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ പീസ് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഒന്നാമത്തെ പീസ് കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പീസിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ രീതിയിലോ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഒട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യമൊന്നും അങ്ങനെ ഒട്ടുന്നുണ്ടായിരുന്നില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒട്ടിച്ചിട്ട് ഞാൻ അതിന് അടുക്കൊരു ബീഡ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടിച്ച് ഒരു ബീഡ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചുറ്റിനായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ആ ഒരു ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പേ നമുക്കിത് ഹാങ് ചെയ്യാനുള്ള ആ ഒരു സാധനമില്ലേ, അതാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതുപോലത്തെ അപ്പോൾ ഞാൻ ഈ ഒരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ പൗച്ച് ഉണ്ടാക്കുന്ന വീഡിയോയിലും ഞാൻ ഈ ഒരു സാധനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിത് ഹാങ് ചെയ്യുന്ന സാധനമാണല്ലോ, അപ്പോൾ അടിയിലേക്ക് എന്തെങ്കിലും തൂങ്ങിക്കിടക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ മഴത്തുള്ളി ഷേപ്പിലൊരു സാധനമില്ലേ, ആ സാധനം നമ്മൾ 2-3 എക്സ്ട്രാ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു സ്ട്രിപ്പ് ഓഫ് പേപ്പറിലാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. പേപ്പർ ഇതിൽ വൈറ്റ് ആയതുകൊണ്ട് തിരിയാത്തതാണ്. ഇപ്പം നല്ലോണം തിരിയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യുന്നത്, ഇവിടെയായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബീഡ്സ് വെച്ച ഫ്ലവേഴ്സില്ലേ, അത് ഞാനിന്ന് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമുക്കൊരു 5-6 കൂടി ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്യാനായിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ വെച്ചിട്ട് ഞാനിത് ഏകദേശം ഒരു 5 ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 5 ഞാനിതവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇവിടെയുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്ലവേഴ്സ് വെക്കുന്നത് ഞാനിതിൽ കാണിക്കുന്നില്ല, ഫുള്ള് വെച്ചിട്ടുള്ള അവസാനത്തെ ഔട്ട്പുട്ടാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വാൾ ഹാങ് കൂടി വേണമെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.